ഒരാൾ പോലീസിനെ സഹായിച്ചാൽ അയാളുടെ ജീവന് ആപത്തുണ്ടാകുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഒറ്റമുറി വീട്, ആ വീടിനുള്ളിൽ ഒരു മനുഷ്യ ശരീരം കിടക്കുകയാണ്. അതിൽ ആ മനുഷ്യ ശരീരത്തിൽ 45ഓളം കുത്തുകൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ കൊലപാതകമായിട്ട് നമുക്ക് എന്തായാലും കാണാൻ കഴിയില്ല. ഇത് കേരളത്തെ നടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിന് ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ലഹരി മാഫിയക്കെതിരെ പോലീസിന് വിവരം നൽകിയ ഒരു യുവാവാണ് ഇത്തരത്തിൽ 45 കുത്തുകളേറ്റ് കിടക്കേണ്ടി വന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ചോദ്യവും ഇതാണ്. അതായത് ബിജു എന്ന് പറയുന്ന യുവാവാണ് ഇത്തരത്തിൽ 45 കുത്തേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ യുവാവ് പോലീസിന് രഹസ്യ വിവരം നൽകി എന്നുള്ള വിവരം ആരാണ് ചോർത്തി നൽകിയിട്ടുള്ളത്? അപ്പോൾ ഇതിൽ എന്തെല്ലാം വരുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഓപ്പറേഷൻ തൂഫാൻ വരുന്നുണ്ട്, ലഹരി മാഫിയ വരുന്നുണ്ട്, 45ഓളം കുത്തുകൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. തിരുവനന്തപുരം പാളയത്ത് ബിജു എന്ന് പറയുന്ന യുവാവ് ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കേസിനെ പ്രധാനമായിട്ടും ഒരു സാധാരണ കേസായിട്ട് കാണാൻ പറ്റാത്ത ഒരു കാരണം എന്ന് പറയുന്നത്, ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസിന് വിവരം നൽകിയതിനുള്ള പ്രതികാരമാണോ ബിജുവിന്റെ മരണം? കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ദുരൂഹതകൾ കാണാൻ കഴിയും. ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. അതിൽ പറയുന്നത് എന്താണ് എന്നറിയാമോ? ബിജുവിന്റെ ശരീരത്തിൽ ആകെ 45ഓളം മുറിവുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴുത്തിലെ മുറിവുകളാണ്. കാരണം കഴുത്തിൽ മാത്രം 18ഓളം കുത്തുകളാണ് കിട്ടിയിരിക്കുന്നത്. 18 കുത്ത് കിട്ടിയ ഒരാളുടെ കഴുത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാൻ നമുക്ക് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് 1ഓ 2ഓ കുത്ത് മതിയാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 18 കുത്ത് കഴുത്തിന്, ബാക്കിയുള്ളത് ശരീരത്തിലും. അപ്പോൾ ഇതൊരു പ്രതികാരത്തിന്റെ കടുത്ത ഭാഷയായിട്ട് കൂടി മാറുന്നുണ്ട്. പ്രതികൾക്ക് ബിജുവിനോട് എത്രത്തോളം വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ മുറിവുകൾ തന്നെ നമുക്കൊക്കെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനമൊക്കെ പറയുന്നുണ്ട്. അത് പ്രകാരം ആക്രമണത്തിന് ഉപയോഗിച്ചത് സാധാരണ കിച്ചൺ നൈഫാണ് എന്നുള്ളതാണ്. അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയാണ്, സാധാരണയായി ഉപയോഗിക്കുന്ന കത്തിയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതായത് വീടിനുള്ളിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലോ അതോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആക്രമണമാണോ? ഇതൊക്കെ അന്വേഷണ സംഘം വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടിയും വരും. ഇതില് നിർണായകമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർണായകമായ ഒരു ആരോപണം എന്ന് പറയുന്നത് ബിജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നതാണ്. അവർ പറയുന്നത് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ഇവിടെ നടത്തുന്നുണ്ടല്ലോ, ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് രഹസ്യ വിവരങ്ങളൊക്കെ ബിജു കൈമാറിയിരുന്നു എന്നാണ്. അതായത് വീടിന്റെ അടുത്ത് സമീപം ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലെ രാത്രികാലങ്ങളിലെല്ലാം നടക്കുന്ന ലഹരി ഇടപാടുകളെ കുറിച്ചും മദ്യപ സംഘത്തെക്കുറിച്ചും ഒക്കെ ബിജു പോലീസിനോട് വിവരം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെ പോലീസിനോട് ഇത് പറഞ്ഞു എന്നുള്ളതിന് പിന്നാലെ ലഹരി സംഘങ്ങള് ബിജുവിനോട് ശത്രുത പുലർത്താൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നമുക്ക് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ബിജു വിവരം നൽകിയിട്ടുള്ള കാര്യം ലഹരി സംഘങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ വിവരം പോയത് എങ്ങനെ? വിവരം ചോർന്നു പോയോ, അല്ലെങ്കിൽ രഹസ്യ വിവരം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കപ്പെട്ടില്ല, അതായത് ചോർന്നു? ഇത് 3 ചോദിച്ചാലേ ഇതിന്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയോ ചോർന്നു അല്ലെങ്കിൽ ചോർത്തി നൽകി എന്നുള്ളതൊക്കെയല്ലേ. എന്തായാലും സാധാരണ പൗരൻ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരന്റെ ഭയം പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു സാധാരണ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു രഹസ്യ വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവന് ആര് ഉത്തരവാദിത്തം പറയും? എങ്ങനെയാണ് അവന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നത്? ഈ ചോദ്യം ഇപ്പൊ പാളയത്തെ മാത്രമല്ല, സ്വാഭാവികമായി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, ബിജുവിന്റെ കുടുംബം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു, കേരളക്കരെ ആകെ സാധാരണക്കാരായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ചോദിക്കും, ഞാനൊരു വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് എന്റെ സുരക്ഷ ആര് ഉറപ്പാക്കുമെന്നുള്ളത്. ഇന്ന് ബിജു, നാളെ മറ്റാരെങ്കിലും ആകുമോ?
എന്നുള്ളതാണ് ചോദ്യം. പോലീസിനെ സഹായിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഓപ്പറേഷനുകളുടെ ഭാവി അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. അത് പറയേണ്ടതുമുണ്ട്. സംഭവത്തിന് പിന്നാലെ സ്വാഭാവികമായും അന്വേഷണമൊക്കെ പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. പാളയം മാർക്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയൊക്കെ CCTV ക്യാമറകൾ ശേഖരിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് സമീപമുള്ള പ്രദേശത്ത് സഞ്ചരിച്ചവരുടെയൊക്കെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. ബിജുവിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളും അതുപോലെ തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള AP ഷൗക്കത്ത് അലി പറയുന്നത് കേസിൽ നിർണായകമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത് എന്താണ് സൂചനകൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമല്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ പ്രതികളെ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ബിജുവിന്റെ പേരിൽ ലഹരി സംഘങ്ങളിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന് കൂടി ചോദ്യം വന്നാല്, അല്ലെങ്കിൽ അതിനുള്ള ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമാണ് അതൊരു പൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ പോലീസിനെ സഹായിക്കാനായിട്ട് ആരും വരില്ല. ഒരാൾക്കൊരു വിവരം അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് സുരക്ഷിതത്വത്തിലാണ് ഇവർ ഈ വിവരം പോലീസിന് കൈമാറുക? ലഹരി മാഫിയേക്കാൾ അപകടകരമാകുന്നത് വിവരം നൽകിയവരുടെ സുരക്ഷ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ബിജുവിന്റെ ശരീരത്തിലെ 45 മുറിവുകൾ ഒരു കൊലപാതകത്തിന്റെ തെളിവ് മാത്രമല്ല, ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വലിയ സുരക്ഷാ ചോദ്യത്തിന്റെ അടയാളം കൂടിയായിട്ട് മാറുന്നുണ്ട്. അതില്ലാതെ ഇന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇനി ബിജുവിനെ കൊന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ പ്രതികാരമാണോ, അല്ലെങ്കിൽ ലഹരി മാഫിയാണോ, അതോ അതിലും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഇതിനൊന്നും ഉത്തരം കിട്ടാതെ പോകരുത്. ഈ കേസിൽ ഓരോ നിർണായക വിവരവും ഒക്കെ പിന്തുടരുന്നുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പോലീസ് പറയുമ്പോഴും നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സുരക്ഷ എന്ന് പറയുന്നത് ആര് ഉറപ്പാക്കും? ഓപ്പറേഷൻ തൂഫാൻ ആണെങ്കിൽ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പലരെയും പിടികൂടുന്നുണ്ട്. ഈ പിടികൂടുന്നവരൊക്കെ എവിടെയാണ്? ജയിലുകളിൽ സ്ഥലമില്ല എന്നുള്ള വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇവരെയൊക്കെ എവിടെയാണ് പാർപ്പിക്കുന്നത്? അവരെയൊക്കെ തിക്കി നിറച്ചിരിക്കുകയാണോ? അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു പൗരന് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും, ഒരു പൗരൻ രഹസ്യമായിട്ട് നൽകിയ വിവരം ചോർന്നുപോയി പോലീസിൽ നിന്നുമുള്ള ആരോപണം, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ഈ ഒരു കൊലപാതകം നടത്തിയ ആളുകളെ, പ്രതികളെ പിടികൂടുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ രഹസ്യ വിവരം ചോർത്തി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചോർത്തി നൽകിയവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി കൂടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.